ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ രീതിയിൽ തേങ്ങ അരച്ച് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട്, ഒരു 10-12 ചുവന്നുള്ളി ചേർക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് പെരുംജീരകമാണ്, വലിയ ജീരകം, അതൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു മൺകുടുക്കയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ നമ്മൾ പൊട്ടിച്ചെടുക്കണം. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉലുവ കുറച്ചധികം തന്നെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മളതൊന്ന് ചതച്ചിട്ടാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് സവാളയാണ്. ഒരു സവാള ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, ഒരു 5 പച്ചമുളക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വരണം. നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറിയിട്ട് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പിലോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇനി ആഡ് ചെയ്യുന്നത് ഒരു 2 പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഈ തക്കാളി നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് കിട്ടണം. നമുക്കിത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ കുറച്ചൊക്കെ സ്പൈസി ആയിട്ടാണ് ഈ ഒരു കറി ഉണ്ടാവുക. നല്ല പുളിയും നല്ല എരിവും അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിലിട്ട് കിട്ടുന്നൊരു ചെമ്മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വലിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഞെരടിയിട്ട് അതിൻ്റെ പുളി ഫുള്ള് എടുത്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മളിതിൽ ഇടുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ നന്നായിട്ട് വഴറ്റി വേവിച്ചിട്ടാണ് അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടണം. ഇനി നമ്മൾ ഈ ഒരു കറി നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, ചെമ്മീൻ നന്നായിട്ട് വേവുന്നുണ്ട്. നമുക്ക് ഈ സമയം നമ്മൾ തേങ്ങ അരച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല, പക്ഷേ വറുത്തരയ്ക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. ഇവിടെ നമ്മൾ വറുത്തരയ്ക്കാതെയാണ് കറി ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് വറുത്തരയ്ക്കാത്തതാണ് ഇതിനോട് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. തേങ്ങ കൂടി അരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് തൂമിക്കൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല നാടൻ രുചിയാണ് നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കറി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ, അതേപോലെ അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കാനും സിമ്പിളാണ്, നല്ല ടേസ്റ്റുള്ള കറി നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമ്മൾ വറുത്തരയ്ക്കാനൊന്നും നിൽക്കില്ല, ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.